തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും മധ്യത്തിലായി ശാന്ത സുന്ദരമായ ഓതറ എന്ന കൊച്ചുഗ്രാമം. അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു നൽകി ഒരു നാടിന്റെ വിളക്കായി പ്രശോഭിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്ക് എന്നും അഭിമാനമായ ഓതറ ചൂളക്കുന്ന് സ്കൂൾ എന്നറിയപ്പെടുന്ന AMM ഹൈസ്കൂൾ അതിന്റെ 61ാം വാർഷികം ആഘോഷിക്കുകയാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഭകരണ മെത്രാപ്പോലീത്ത ഡോക്ടർ യാക്കീമാർ കൂർലോസ് എപ്പിസ്കോപ്പയുടെ മഹനീയ സാന്നിധ്യത്തിൽ ചേർന്ന മീറ്റിംഗിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ്, സഭയുടെ വിവിധ അധ്യക്ഷന്മാർ, പട്ടക്കാർ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തിരുമേനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് തിരുമേനിക്ക് വളരെ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ സമ്മേളനത്തിൽ വിളിച്ചു എല്ലാം വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, നമ്മുടെ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, അത് പരിഹരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയ ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുവെക്കുകയുണ്ടായി. അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ മികച്ച ഒരു സ്കൂളിലെ പ്രവർത്തനങ്ങൾ അത് കണ്ടിഷ്ടപ്പെട്ട തിരുമേനി അത് ഞങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച രീതിയിലേക്ക് പോകണം നിർദ്ദേശം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു വർഷക്കാലം കൂടി പ്രവർത്തിക്കാൻ അനുഗ്രഹങ്ങൾ പകർന്ന ദൈവകൃപയെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഓതറ AMM ഹൈസ്കൂളിന്റെ 2024-25 വാർഷിക റിപ്പോർട്ട് സവിനയം അവതരിപ്പിക്കുന്നു. നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. സുദീർഘമായ സേവനം അനുഷ്ഠിച്ച് തന്റെ ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ ഓഫീസ് സ്റ്റാഫ് മിസ്റ്റർ സണ്ണി വർഗീസിന് യാത്രയപ്പും മെമന്റോയും നൽകി ആദരിച്ചു. കലാ കായിക മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് ജേതാക്കളായ കുട്ടികൾക്ക് അനുമോദനവും പ്രശസ്തി പത്രവും നൽകി. ഇന്നും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന മലയാളികൾക്ക് എന്നും അഭിമാനമായ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ജോലി ചെയ്യുന്ന ഓരോ മലയാളിക്കും അഭിമാനമാണ് ഈ ഓതറ AMM ഹൈസ്കൂൾ. സ്നേഹത്തോടെ പൂർവ്വ വിദ്യാർത്ഥികൾ.